രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് ബീഹാറിലെ പട്നയിൽ സമാപിക്കുന്ന ദിവസം കൂടിയാണ്. ഹേമന്ത് സോറൻ, അഖിലേഷ് യാദവ്, എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. പദയാത്രയ്ക്ക് കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം രാവിലെ 8 മണിക്ക് ചേരുകയും ചെയ്യും. ശരത് ലാലിനോട് ചോദിക്കാം എന്താണ് നിലവിലെ കാര്യങ്ങളെന്ന്. പട്നയിലുണ്ട് ശരത് ലാൽ. ശരത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര, രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര ഇന്നിപ്പോൾ സമാപിക്കുകയാണ്. ഈ കേന്ദ്രത്തിന്റെ വോട്ട് ചോർച്ചയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച യാത്ര ഇന്ന് യാത്രയ്ക്കുള്ള സമാപനം അത് എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കളും കൃത്യമായി പങ്കെടുക്കുമോ? എന്താണ് പട്നയിൽ നിന്നും രാവിലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കാനുള്ള വിവരങ്ങളൊക്കെയും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. 16 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് പദയാത്രയോടുകൂടി ഈ പാറ്റ്നയിലെ ഗാന്ധി മൈതാനമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗാന്ധി മൈതാനത്തിൽ രാവിലെ തന്നെ പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. 11 മണിക്കാണ് ഇവിടെ നിന്ന് പദയാത്ര ആരംഭിക്കുന്നത്. അതിന് മുമ്പേ തന്നെ പ്രവർത്തകർ വളരെ കൂട്ടമായി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വലിയ ഒരു പദയാത്രക്കാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാ ഇന്ത്യ സഖ്യത്തിന്റെ കൊടികൾ ഇവിടെ പാറിപ്പറക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനം തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വോട്ട് അധികാർ യാത്ര അതിന്റെ സമാപനം എത്തുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തരംഗമായി എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്നത്. RJD ആയാലും കോൺഗ്രസ് ആയാലും അത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ പ്രതികരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇത് സേതുലക്ഷ്മി, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനമായ ഒരു മാറ്റമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം ഇവിടെ ഊട്ടിയുറക്കപ്പെടുന്നു. നേരത്തെ ആം ആദ്മി പാർട്ടി ഒഴിച്ചുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇന്ത്യ സഖ്യത്തിൽ അംഗങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. അഖിലേഷ് യാദവ് എത്തിയിട്ടുണ്ട്. എം എ ബേബി, ഡി രാജ തുടങ്ങിയ ഇടതുപക്ഷ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. സിബി സോറന് ഇവിടെ വരാത്ത പ്രധാനപ്പെട്ട ഒരു നേതാവ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മാത്രമാണ് ഇവിടെ വരാത്ത ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ. എന്നാലും അതിന് പകരം പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഇവിടെ എത്തിച്ചതു. ഏതായാലും ഇന്ന് 12 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര വൈകിട്ട് 2:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമാപിക്കും. അപ്പൊ അവിടെ വലിയ ആഘോഷങ്ങൾ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടുത്തെ പാട്ടും ബഹളവും ഒക്കെ നന്നായിട്ട് കേൾക്കുകയും ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കളുടെ BJP നേതാക്കൾക്കെതിരായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു ഐക്യപ്പെടലിന്റെയും ശക്തിപ്പെടലിന്റെയും ഒക്കെ ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ പാറ്റ്നയിൽ നിന്നും വിവരങ്ങൾ നൽകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശരത് ലാൽ. അപ്പോൾ